ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. ജിതിൻ ഭാസ്കറിന് ജാമ്യം നൽകിയിട്ടില്ല, കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ജിതിൻ ഭാസ്കറിന് ജാമ്യമില്ല. വടകര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. അജി കുഞ്ഞുമോൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ശരി, ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസ് പിടിയിലായ ജിതിൻ ഭാസ്കറിന് ജാമ്യമില്ല. ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന് ജാമ്യം നൽകിയിട്ടില്ല. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ അജി കുഞ്ഞുമോൻ നമ്മളോടൊപ്പം ഉണ്ട്. അജി, വടകര കോടതി എന്ത് കാരണത്താലാണ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്? എന്താണ് വിവരങ്ങൾ? ഈ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തള്ളിയത്. ഈ ശക്തമായ പ്രതിവാദങ്ങളായിരുന്നു ഇന്നലെ നടത്തിയിരുന്നത്. ഇതിൽ പ്രധാനമായും അതായത് പ്രോസിക്യൂഷൻ വാദിച്ചത് ജിതിൻ ഭാസ്കറിന് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ എം രാംദാസ് മുഖേന നൽകിയ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിച്ചത്. പ്രതി തന്നെയാണ് സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്തതെന്നും അതിനാൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. 4 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലും 2 ദിവസം പോലീസ് കസ്റ്റഡിയിലും ഉണ്ടായിരുന്ന പ്രതിയിൽ നിന്നും തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞതായും അന്വേഷണവുമായി സഹകരിക്കാൻ പ്രതി തയ്യാറാണെന്നും പ്രതിഭാഗം അറിയിച്ചുവെങ്കിലും ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ അതിന്റെ വിധിയുടെ പൂർണ്ണ രൂപം പുറത്തുവരും. ജി കെ. ശരി അജി, ഇതിനകത്ത് ഇപ്പോൾ ഈ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ജിതിൻ ഭാസ്കർ തന്നെയാണ് എന്ന നിഗമനത്തിലായിരുന്നല്ലോ SIT ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇത് മൊബൈൽ ഫോണിലാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നും ഇതിന് പുറകിൽ ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട്, ചിലരുടെ സഹായം ലഭിച്ചിട്ടുണ്ട്, അവരിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കണം എന്നൊക്കെയുള്ള നിലപാടായിരുന്നു SITക്ക് ഉണ്ടായിരുന്നത്. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഈ കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? അതായത് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്, നിർമ്മിച്ചതും അത് സ്വന്തം മൊബൈലിൽ നിന്നാണ് നിർമ്മിച്ചതെന്നും അത് കൂടുതൽ പേരിലേക്ക് പ്രചരിപ്പിച്ചതും അതിന് പിന്നിൽ ചിലരുടെ സഹായം കിട്ടിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു പ്രത്യേക അന്വേഷണ സംഘം? തീർച്ചയായിട്ടും പ്രത്യേക അന്വേഷണ സംഘം ജി കെ ഇപ്പോൾ ഉന്നയിച്ച ഇതെല്ലാം തന്നെ അന്വേഷണ സംഘം കോടതിയുടെ മുൻപാകെ കൊണ്ടുവന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ജിതിൻ ഭാസ്കർ 200ഓളം പേർക്കാണ് ഈ സ്ക്രീൻഷോട്ട് നൽകിയത്, ഷെയർ ചെയ്തത്. അതിലൊക്കെ തന്നെ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുണ്ടായിരുന്നു. ഇതിൽ ജിതിൻ ഭാസ്കറിലേക്ക് അന്വേഷണ സംഘം എത്തിയത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് ജില്ലാ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ പ്രതിയുടെ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്തതായി കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് കൂടുതൽ പരിശോധനയ്ക്കായി ജിതിൻ ഭാസ്കറിന്റെ ഫോൺ നൽകിയിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ പ്രധാനമായും പ്രതിഭാഗം വാദിച്ചത് ഫോൺ അടക്കം കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാമ്യം നൽകുന്നതിന് ഒരു തടസ്സമല്ല, പ്രതി അന്വേഷണവുമായി സഹകരിക്കാം, ഒരു തരത്തിലും ഈ അതായത് തെളിവ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകത്തില്ല എന്ന കാര്യങ്ങൾ അടക്കമായിരുന്നു വാദിച്ചത്. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ പ്രധാന ആവശ്യം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജിതിൻ ഭാസ്കർ ഫോൺ റീസെറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഫോൺ റീസെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ തെളിവുകൾ കണ്ടെത്താൻ ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. അത് കൃത്യമായി തന്നെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും പ്രതിഭാഗം. അല്ല അജി, ഇതിനകത്ത് ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലാണല്ലോ ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ മൊബൈൽ ഫോണിലെ വിവരങ്ങളൊക്കെ തന്നെ റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ കാര്യങ്ങളിൽ മറ്റ് തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയൂ. അവിടെ പ്രതിഭാഗത്തിന്റെ ഒരു ആവശ്യം, ഇതെല്ലാം ഫോണെല്ലാം കസ്റ്റഡിയിലുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പരിശോധനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ജാമ്യം നൽകുന്നതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നായിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ഇത് കോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചത്? അത് വിസമ്മതിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജി കെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ലാബിലേക്ക് ഈ ഫോൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് ഒക്കെ ഇനി വരേണ്ടതുണ്ട്. അപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കണം, കൂടുതൽ പേരെ ചോദ്യം ചെയ്യണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജിതിൻ ഭാസ്കറിനെ കൂടുതൽ ചോദ്യം ചെയ്യണം. അപ്പോൾ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. 4 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് അന്ന് SIT സംഘം കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ 2 ദിവസം മാത്രമായിരുന്നു കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്, ജിതിൻ ഭാസ്കർ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചു. അതിനുശേഷം അറസ്റ്റിലേക്ക് മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് കൂടെ പോകണമെന്നായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞത്. ഒരു തരത്തിൽ അതായത് ജിതിൻ ഭാസ്കറിന് ജാമ്യം നൽകുകയാണെങ്കിൽ ഈ അന്വേഷണത്തെ സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളൊരു വാദമുഖമാണ്
വടകര മണ്ഡലത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടവച്ചിരുന്നു. അവിടെ കെ ശൈലജയെ അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് കെ ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള സ്ക്രീൻഷോട്ട് പ്രചരണത്തിന്റെ ഭാഗമായി വന്നത്. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ജിതിൻ ഭാസ്കർ പിടിയിലായത്. ജിതിൻ ഭാസ്കർ ആണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്ന കണ്ടെത്തലിലേക്ക് SIT എത്തിയിരുന്നു. ഏതായാലും സ്റ്റേറ്റ് ഫോറൻസിക് ലാബിൽ ഇപ്പോൾ ആ മൊബൈൽ ഫോൺ പരിശോധനയിലാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി വരുമ്പോഴായിരിക്കും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസ് അന്വേഷണ സംഘത്തിന് ഹാജരാക്കാൻ കഴിയുക. നിലവിൽ ഇപ്പോൾ കോടതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.